തൃശൂർ പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ വീട്ടമ്മ അറിയാതെ ചേർത്ത വ്യാജ വോട്ടുകൾ ആബ്സെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കിയതായാണ് താൻ ഓർക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് സി മേനോൻ മീഡിയ വണിനോട് പറഞ്ഞത്. ചട്ടപ്രകാരം പരിശോധന നടത്തിയാണ് വോട്ടർമാരെ ചേർത്തത്. വ്യാജന്മാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് അറിയില്ല. BLO ചുമതല ആദ്യമായാണ് നിർവഹിക്കുന്നതെന്നും പരിചയക്കുറവുണ്ടായിരുന്നുവെന്നും ആനന്ദ് സി മേനോൻ മീഡിയ വണിനോട് പറഞ്ഞു. അല്ല, സംഭവം എന്താന്ന് എനിക്കറിയില്ല. കാരണം നമ്മള് വേറെ ഞാൻ ആ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ടാണ് BLO ആവണത്. ആ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ BLO ആക്കണത്. നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പോയി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ കംപ്ലൈന്റ് അനുസരിച്ച് നമ്മൾ ആ പേരുകൾ നോക്കിയിട്ട് പോയിട്ട് അവർ തന്നെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല സാർ, അപ്പൊ നമ്മൾ ഈ 9 വോട്ടർമാരെയും സാർ ഫ്ലാറ്റിൽ പോയി കണ്ടിട്ടുണ്ടോ? അവരുടെ അച്ഛന്റെ പേരൊക്കെ വളരെ ഡിഫറെന്റ്, ഓരോരുത്തർക്കും ഓരോ അച്ഛന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ സാധാരണ അങ്ങനെ വ്യത്യസ്ത പേരുകൾ വന്നാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ലേ സാർ? എങ്ങനെയാ? അതാ ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ മാക്സിമം പോയിട്ട് നോക്കിയിട്ട് ഞാനത് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എന്റെ ഒരു ഉറപ്പ്. എനിക്ക് ഇതൊന്നും നിങ്ങൾ പറയണ പേരുകൾ തന്നിട്ടുണ്ടാവും. സുധീർ, സന്തോഷ് കുമാർ, സജിത് ബാബു P, സുകേഷ്, ഹരിദാസൻ, മനീഷ് MS, മുഖാമി അമ്മ, ഈ പറഞ്ഞ പേരുകളൊക്കെ AC ലിസ്റ്റിലുള്ള പേരുകളാണ് സാർ. പിന്നെ എങ്ങനെയാണ് ഞാനിത് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പേരുകളൊക്കെ AC ലിസ്റ്റ് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. AC ലിസ്റ്റ് പറഞ്ഞ ആബ്സെന്റ്, ഡെത്ത്, ഷിഫ്റ്റ്. ആബ്സെന്റില് മിക്കതും ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം എനിക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പേരുകൾ ആബ്സെന്റ് ലിസ്റ്റിൽ കൊടുത്തതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. എനിക്കൊന്ന് നോക്കേണ്ടി വരും. ആബ്സെന്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് അവരെ കണ്ടില്ലെങ്കിൽ നമ്മൾ ആബ്സെന്റ് കൊടുക്കുക. ആബ്സെന്റ് ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തു എന്നാണ് എന്റെ ഒരു ധാരണ. വോട്ടേഴ്സ് പട്ടികയിൽ വന്ന പേരുകൾ നമ്മൾ പോയി കൺഫേം ചെയ്താണല്ലോ നമ്മൾ ആബ്സെന്റ് കൊടുക്കുക. നമ്മൾ ആബ്സെന്റ് കൊടുക്കുമ്പോ പിന്നെ നമ്മുടെ മേലുള്ള ആൾക്കാരായിരിക്കും അതിന്റെ തീരുമാനം എടുക്കുക. അതായത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവര് മാത്രമേ താങ്കൾ ലിസ്റ്റിൽ ചേർത്തിട്ടുള്ളൂ? ഞാൻ ഇതുപോലെ നമുക്ക് ഇലക്ഷൻ സമയത്ത് ഇതുപോലെ ഓരോ പേരുകളും കാര്യങ്ങളായിട്ട് നമുക്ക് ഓരോ പാർട്ടിക്കാരും കാര്യങ്ങളും ഇവരിവിടെ ഉള്ള ഇങ്ങനെ കംപ്ലൈന്റ് നമുക്ക് ലെറ്ററായിട്ട് കംപ്ലൈന്റ് തരും. അപ്പൊ ആ പേരുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മള് കുറെ കാര്യങ്ങൾ അങ്ങനെ പോയിട്ട് കാണാത്തവരുടെ പേരുകൾ ആബ്സെന്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലൈന്റ് കിട്ടി പോയി കണ്ടവരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, കാണാത്തവരെ കംപ്ലൈന്റ് കിട്ടിയിട്ട് പോയി കാണാത്തവരെ ആരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പരശുരാം കൂടുതൽ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുകയാണ്. നടരാജ, BLOയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അത് ആബ്സെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പേരുകളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു BLO ആണ് ഈ ആളുകളെ നേരിട്ട് പോയി കണ്ട് അവരുടെ അഡ്രസ്സൊക്കെ വെരിഫൈ ചെയ്ത് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്, അല്ലെങ്കിൽ അവരൊഴിവായെന്ന് ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ ഒരാൾ പരിശോധിച്ച് ആബ്സെന്റ് ലിസ്റ്റിലായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെ പിന്നീട് ഈ അന്തിമ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി? അപ്പോൾ എന്ത് തരത്തിലുള്ള ക്രമക്കേട് അവിടെ നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വലിയ വ്യാപ്തിയുള്ള ക്രമക്കേടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് എന്തൊക്കെ അനുമാനിക്കാം നടരാജ്? ജിൽസി, വളരെ നിർണായകമായ ഒരു സംഭാഷണമാണ് നമ്മൾ പുറത്തുവിടുന്നത്. വിവാദമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ അന്നത്തെ ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് സി മേനോനാണ് തൻ്റെ ഓർമ്മകൾ കൃത്യമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വ്യാജ വോട്ടുകളുടെ കണക്കിലുള്ള വോട്ടർമാരെ ആബ്സെന്റ് ലിസ്റ്റിൽപ്പെടുത്തി താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. താൻ റിപ്പോർട്ട് നൽകി ഒഴിവാക്കാൻ പറഞ്ഞ പേരുകളാണിവ. ഇവ പിന്നീട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് നടന്നുവെന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞത്. താൻ ആദ്യമായാണ് ആ ഘട്ടത്തിൽ BLO ആയത്. തനിക്ക് പരിചയക്കുറവുണ്ടായിരുന്നു, എന്നിരിക്കലും തൻ്റെ ജോലി ചട്ടപ്രകാരം കൃത്യമായി ചെയ്തു എന്ന് തന്നെയാണ് തൻ്റെ ബോധ്യം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആബ്സെന്റ് ലിസ്റ്റിൽപ്പെടുത്തി കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമായാണ് ഇത് വരുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ആബ്സെന്റ് ലിസ്റ്റിൽപ്പെടുത്തി അദ്ദേഹം അത് കൊടുത്തെങ്കിൽ അത് പിന്നീട് എങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു? സാധാരണഗതിയിൽ അദ്ദേഹത്തിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർ അതിന് അനുവാദം നൽകിയിരുന്നോ? ഇത് മാറ്റാൻ വിട്ടുപോയതാണോ? സാങ്കേതിക പ്രശ്നമുണ്ടായോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ? ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വാനിലുയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടി പറയുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും BLO മീഡിയ വണ്ണിനോട് നടത്തിയ വെളിപ്പെടുത്തൽ വളരെ നിർണായകമാണ്. താൻ ആബ്സെന്റ് ലിസ്റ്റിൽപ്പെടുത്തിയ വോട്ടുകളാണിതെന്നാണ് തൻ്റെ ഓർമ്മയിലുള്ളത്. താൻ ചട്ടം ലംഘിച്ചിട്ടില്ല. എല്ലാവരെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് താൻ ഇത്തരത്തിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാറുള്ളത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ഇനി ഇതിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന കാര്യത്തിൽ അധികാരികളാണ് മറുപടി പറയേണ്ടത്.